ജി ടി എഡ്യൂക്കേഷൻ്റെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഡൂവിനെ കുറിച്ചാണ്. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വേർഡാണ് ഡു. ക്വസ്റ്റ്യൻ വേർഡ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ വേർഡ് നമുക്ക് പറയാം. ഡു ഉണ്ടോ അല്ലെങ്കിൽ ആണോ എന്നുള്ള അർത്ഥത്തിലേക്കാണ് പറയുക. ഇപ്പോൾ ഡു ഡി ഓർ ഡു എന്നുള്ളതിൻ്റെ അർത്ഥം ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അത് ക്വസ്റ്റ്യൻസിൻ്റെ ഒപ്പം വരുമ്പോൾ അതിൻ്റെ മീനിങ് വ്യത്യാസമായിരിക്കും. ഡു യു ഗോ ടു സ്കൂൾ ടുഡേ, നിങ്ങൾ സ്കൂളിലേക്ക് ഇന്ന് പോകുന്നുണ്ടോ എന്നുള്ളതാണ് അർത്ഥം. ഇവിടെ ഡോണ്ട് യു ഗോ ടു സ്കൂൾ ടുഡേ, ഡോണ്ട് യു എന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ന് സ്കൂളിലേക്ക് പോകുന്നില്ല. അപ്പം നമ്മുടെ സംസാര ഭാഷയിൽ വളരെയധികം ആവശ്യമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. ഡു യു ഗോ ടു സ്കൂൾ ടുഡേ എന്ന് നിങ്ങൾ ഇന്ന് സ്കൂളിൽ പോകുന്നുണ്ടോ? ഡോണ്ട് യു ഗോ ടു സ്കൂൾ ടുഡേ എന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ? ഡു യു പ്ലേ ഫുട്ബോൾ, നിങ്ങൾ ഫുട്ബോൾ കളിക്കുമോ? ഡോണ്ട് യു പ്ലേ ഫുട്ബോൾ, നിങ്ങൾ ഫുട്ബോൾ കളിക്കില്ലേ? അപ്പോൾ ഡു വെച്ചിട്ട് നമുക്ക് ഡു യു ഡാൻസ്, ഡു യു സ്വിം, ഡു യു റൈറ്റ് എ പോയം, ഡു യു ഗോ ടു ചാലക്കുടി, നിങ്ങൾ ചാലക്കുടിക്ക് പോകുന്നുണ്ടോ? ഡു യു റൈറ്റ് എ പോയം, നിങ്ങളൊരു പോയം എഴുതുന്നുണ്ടോ? അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് ഡു എന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഡോണ്ട് എന്ന് പറയുന്നത് ഇല്ലേ. ഡോണ്ട് യു ഗോ ടു മാർക്കറ്റ് ടുഡേ, ഇന്ന് നിങ്ങൾ മാർക്കറ്റിലേക്ക് പോകുന്നില്ലേ? അപ്പം നമുക്ക് അതിന് ആൻസർ യെസ്, ഐ ഗോ ടു മാർക്കറ്റ് ടുഡേ, നോ ഐ ഡോണ്ട് ഗോ ടു മാർക്കറ്റ് ടുഡേ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഇതാണ് ഡു എന്ന് പറയുന്ന ഒരു സപ്പോർട്ടിങ് വെർബാണ്. അത് ഡൂവും ഡോണ്ടും ആണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്.